കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെപ്പാടെ ചന്ദ്രമതി കട്ടക്കലിപ്പായിട്ട് നിൽക്കുകയാണ്. കാരണം ഹാളി മൊത്തം പൂ കൊണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാരും കൂടെ ചുറ്റും കൂടി ഇരുന്ന് പൂവൊക്കെ കെട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം കിടന്ന് ഓടുവാണ്. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ ഇത് എന്ത് കണ്ടോണോടൊക്കെ ചന്ദ്രനെ ചോദിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതെ, ഇവർക്കൊക്കെ ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് ഞാൻ പറയണം. ഞാനാ? പിന്നെ നിനക്ക് ഇവിടെ എന്താ പ്രത്യേകിച്ച് ജോലി? നീ പൂ കിട്ടാനിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവര് പൂ കെട്ടി മടക്കുന്നുണ്ടോ? അവര് ക്ഷീണിക്കുക. നീ പെട്ടെന്ന് ചായയൊക്കെ എടുത്തോണ്ട് കൊടുക്കുക. അവർക്കൊരു ഉണർവൊക്കെ ആവട്ടെ എന്ന് പറയാം. ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. കൊട്ടക്കലിപ്പോട് കൂടി ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് എന്നിട്ട് അവിടെയുള്ള പാത്രമൊക്കെ രണ്ട് ഇടിയിലൊക്കെ അങ്ങോട്ട് ഇടുവാണ് നിലത്തേക്ക് എടുത്തിട്ട്. ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല. അവറ്റകൾക്ക് താന് ചായ ഉണ്ടായി കൊടുക്കണം പോലും, അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ചന്ദ്രമതി ചായക്കുള്ള വെള്ളം എടുത്തു വെച്ചു. പിന്നീട് ഭാമയെ ഫോൺ ചെയ്യണം. ഭാമയെ വിളിച്ചിട്ട് നീ എന്തെടുക്കുവാന്ന് ചോദിക്കാം. ഞാൻ എന്തെടുക്കാനാ, ഞാൻ വീട്ടിലുണ്ടെന്ന് പറയാ. അന്നാ ഒന്ന് പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വാ. അല്ല അവിടെ എന്താ വിശേഷം? അതൊക്കെ ഉണ്ട്, അതൊക്കെ നേരിട്ട് വന്നിട്ട് പറയാ. നീ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ പിന്നീട് ചന്ദ്രമതി ചായ എടുക്കാൻ തുടങ്ങുവാണ്. ആ സമയം ദേവു രേവതിയോട്, ചേച്ചി നമുക്ക് ഈ പൂ കെട്ടുന്നല്ല ഒന്ന് വീഡിയോ പിടിച്ചാലോന്ന് ചോദിക്കാം. വീഡിയോ പിടിക്കാനാ? അതേനെ, ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും ഒക്കെ ഇടുവാണെങ്കിലേ കുറെ ആൾക്കാർ നമുക്ക് ഓർഡർ തരുമെന്ന് പറയാം. ഒരു ദിവസം 500 മാല നമ്മൾ കിട്ടുന്നില്ലേ? ഇത്രയും വലിയ ഓർഡർ. അപ്പൊ എല്ലാവരും നമ്മൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും, നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ കിട്ടുമെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, ആ നല്ല കാര്യമാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ പിടിക്കാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ തന്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ പിടിക്കുക. പക്ഷെ രവീന്ദ്രൻ പിടിച്ചിട്ട് കിട്ടുന്നില്ല, ശരിയാവുന്നില്ല. ആ സമയം അകത്തിരുന്ന് ശ്രുതിയോട് പറഞ്ഞു, കേട്ടില്ലേ? അവള് പറഞ്ഞു കേട്ടില്ലേ? ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ആ ബിസിനസ് പിടിക്കുന്ന കണ്ടോ, ഇങ്ങനെയാന്ന് പറയണേ. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, പിന്നെ വലിയ ബിസിനസ്സാണ് പോലും, പൂക്കച്ചവടം അല്ലേ വലിയ ബിസിനസ്. ആ സമയം ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നിന്റെ കടയ്ക്ക് ഇതുപോലെ ബ്യൂട്ടി പാർലറിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ, ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു പരസ്യം ആകത്തില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതിന് എന്റെ കടയല്ലല്ലോ എന്ന് പറയണേ. നിന്റെ കടയല്ലല്ലോന്നോ? അല്ല, ഞാനും അതല്ല ഉദ്ദേശിച്ചേ. കടയില് ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലയൻസും കസ്റ്റമേഴ്സും ഒക്കെ വരുന്നുണ്ട്, പതുക്കെ പതുക്കെ ചെയ്യാം, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ സുധിയെ വിളിക്കുന്നത്. എടാ സുധി, ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. എന്താച്ചാ? എടാ നീ ഈ വീഡിയോ ഒന്ന് പിടിക്കാൻ പറയണം. ഞാനാ? എന്താ നിനക്ക് പറ്റില്ല എനിക്ക്? അല്ല അത് പിന്നെ അച്ഛാ ഞാന്, നിനക്കെന്താ പ്രത്യേകിച്ച് ജോലി? അത് പിന്നെ ഞാൻ കാനഡയ്ക്ക് ജോലിക്ക് പോകല്ലേ, ഇപ്പൊ പോവാണോ? ഒരു കാര്യം ചെയ്യാ, നീ ഈ വീഡിയോ ഒന്ന് പിടിച്ചിട്ട് പോടാന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതിക്ക് മനസ്സിലായി തന്നെ കളിയാക്കിയതാന്ന് രവീന്ദ്രൻ. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, എടാ പറയുന്ന പണി നീ എങ്ങനെ ചെയ്യുക, വെറുതെ അവിടെ ചൊറി കുത്തിയിരിക്കുമല്ലേ, ഇതൊന്നും ചെയ്യാൻ പറയണം. പിന്നീട് നിവർത്തിയില്ല, എന്നിട്ട് ശ്രുതി വീഡിയോ ഒക്കെ പിടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. ശ്രുതിക്ക് നല്ല ദേഷ്യമായി. ആ സമയത്ത് ചന്ദ്രമതി ചായയൊക്കെ വെച്ചുകൊണ്ട് വരുവാണ്. ചായ വെച്ചുകൊണ്ട് വന്നിട്ട് ദേവുവിനെ വിളിച്ചിട്ട്, എന്താ ചായ എല്ലാവർക്കും കൊടുക്കാൻ പറയണം. രവീന്ദ്രൻ ചോദിച്ചു, നിനക്കെന്താ കുഴപ്പം? നീ അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ പറയണം. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുമെന്നില്ല, എനിക്ക് 100 കൂട്ടം ജോലി വേറെ അടുക്കളയിലുണ്ട്, ഇതങ്ങോട്ട് കൊടുക്കാൻ പറയണം. അവസാനം ദേവു എഴുന്നേറ്റ് ചായ വാങ്ങിച്ച് രവീന്ദ്രനും അങ്ങനെ എല്ലാവർക്കും കൂടെ ചായ കൊടുക്കണം. ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പായി. ചന്ദ്രമതി കലിപ്പോട് കൂട്ടിയിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് എല്ലോടാ. അങ്ങനെ മുറി ചെന്നിരുന്നിട്ട് പറഞ്ഞു, ഏത് സമയത്താണോ എന്തോ, ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. ആ സമയം രവീന്ദ്രൻ നോക്കി, എല്ലാവരും നല്ല സ്പീഡായിട്ടാ മാല കിട്ടുന്നേ. അപ്പോഴേക്കും ഒരു പെങ്ങച്ച നന്നായിട്ട് സ്പീഡ് മാല കിട്ടുന്നുണ്ട്. അവളോട് ചോദിച്ചു, നല്ല എക്സ്പേർട്ട് ആണല്ലോ എന്ന് പറയണം മാല കിട്ടുന്ന കാര്യത്തില്. അവളുടെ കല്യാണം കഴിഞ്ഞാണെന്ന് ചോദിക്കണം. ഇത് കേട്ടതും അവളോട്, ഇല്ല കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയും. ഇതകത്തിരുന്ന ചന്ദ്രമതി കേട്ടു. എന്റെ ദൈവമേ, കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ രവിയേട്ടൻ ഇപ്പൊ കെട്ടിയാരെന്ന് തോന്നും. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ 3 പ്രസവത്തോടു കൂടി നിർത്തിയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ 4മതൊരു ഒരാളെയും കൂടെ, ഒരു ആങ്കൊച്ചും കൂടെ എനിക്ക് പറക്കുന്നെങ്കിൽ മിക്കവാറും ഈ പൂക്കാരനെ കൂടെ അതിനെയും കൂടെ കല്യാണം കഴിപ്പിച്ചിടാം, അന്നാ തീർന്നു. അതോടുകൂടി ഈ വീട് മുടിഞ്ഞു പോയാനെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയില്ലെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ, എന്റെ തലവര, അല്ലാതെ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അച്ഛാ വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞെന്ന് പറയാം, ഇങ്ങനെ തരാനും പറഞ്ഞു ഫോണൊക്കെ മേടിച്ച് നോക്കുക. ആ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. അത് മാത്രല്ല വീട് മുഴുവൻ ഒരു പൂവിന്റെ മണമാന്ന് പറയണം. എന്തൊരു സന്തോഷം, ഈ പൂവിന്റെ സ്മെല്ലങ്ങടെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോഴത്തേനും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ ചേച്ചിട്ടൊരു കാര്യം ചെയ്യാം, രവിയേട്ടൻ നാളെ മുതൽ ഞങ്ങളുടെ കടയിലേക്ക് പോരെ, അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് നിറയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്തോഷമായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന് എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചിയുടെ വരവ്. സച്ചി വന്നിട്ട് പറഞ്ഞു, അടുത്ത ലോഡ് വന്നിട്ടുണ്ട് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അടുത്ത ലോഡിനുള്ള പൈസ ഞാൻ പിന്നെ തരാന്ന് പറ അച്ഛാന്ന് പറയണം. ഇത് കേട്ടപ്പം രവീന്ദ്രൻ കേട്ടല്ലോ എന്ന് പറയണം. അതല്ല അച്ഛാ, അത് എടുത്തോണ്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയണം. ആ സമയത്താണ് സുധി അവിടെ നിൽക്കുന്നുണ്ട്. എടാ സുധി, നീ ഒന്ന് വന്നേ, ആ പൂവെന്ന് എടുക്കാൻ സഹായിച്ചെന്ന് പറയണം.
ഞാനോ? നീ എന്താടാ, നീ വന്ന് പിടിച്ചാൽ അത് പൊങ്ങത്തില്ലേന്ന് ചോദിക്കാം. പിന്നെ എന്നെക്കൊണ്ടും പറ്റില്ല, ഞാൻ ഡിഗ്രിക്കാരനാ, എന്നെക്കൊണ്ട് പറ്റില്ല ഈ മാതിരി പൂപ്പാത്രം എടുത്തോണ്ട് നടക്കാനായിട്ട്. എടാ, ഡിഗ്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ, ഒരു ജോലിയും കൂലിയും ഇല്ലാതിരിക്കില്ല, വന്ന് പിടിക്കണമെന്ന് പറയണം. സുധിക്ക് ദേഷ്യ സങ്കടം വന്നു. രവീന്ദ്രൻ പറഞ്ഞു, ചെല്ല് സുധി, ചെന്നൊരു ഉപകാരം ചെയ്യാൻ പറയണം. അങ്ങനെ അവസാനം പൂവ് എടുക്കാനായിട്ട് സച്ചിയിലൂടെ താഴേക്ക് സുധിയും കൂടെ ചെല്ലുവാണ്. അങ്ങനെ പൂവൊക്കെ എടുത്തോണ്ട് വെക്കുവാണ്. ആ സമയത്ത് ഡബ് സ്റ്റുഡിയോയില് വർഷം ഡബ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സീരിയലിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സൗണ്ട് എഞ്ചിനീയറോട് പറഞ്ഞു, അതെ ഞാൻ മടുത്തു, ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ടാവാന്ന് പറയണം. ആണോ? അങ്ങേ വരാൻ പറയണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അങ്ങോട്ടേക്ക് ചെല്ല, റെസ്റ്റ് റൂമിലേക്ക് എല്ലാം പറയണം. റെസ്റ്റ് റൂമിലോ? അവിടെ ഫുഡൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറയണം. അത് ഞാൻ ഫുഡൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ സാറെന്ന് പറയണം. ചെല്ലാൻ പറയണം. അങ്ങനെ വർഷം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട്. നീയോ? നീ ഇതെപ്പോ വന്നെന്ന് ചോദിക്കാം. അതൊക്കെ വന്നു, ഇപ്പൊ വന്ന് കയറിയതോളെന്ന് പറയണം. സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്ന് പറയണം. അല്ല, ഇതെന്താ കുറെ പാത്രമൊക്കെ ആയിട്ട്? എനിക്കുള്ള ഫുഡാണോ? അതിന് ഞാൻ ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. അതൊന്നുമല്ല, ഞാനിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടെന്ന് പറയണം. സാധാരണഗതി ഞാൻ ഓർഡർ ചെയ്തപ്പോൾ നീ കൊണ്ടിരുന്നല്ലോ, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് സന്തോഷമുള്ള ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയാം. കൊള്ളാം. പിന്നീട് വർഷം ഓരോന്നിങ്ങനെ എടുത്തെല്ലാം തുറന്നു നോക്കണം. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയുള്ള ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നു പറയാണ്. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞെടുത്ത് കഴിക്കാൻ പറയാണ്. വർഷം എടുത്തു. വർഷം എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. ചോദിച്ചു, അല്ല നീ കഴിച്ചോ ശ്രീന്ന് ചോദിക്കുക. ഞാൻ കഴിച്ചില്ല, അന്ന് നീ ഷെയർ ചെയ്യാന്ന് പറയണം. കുറച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് ശ്രീകാന്തിനും കൂടെ കൊടുക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞ് താങ്ക്സ് എന്ന് പറയും. എന്തിനും? അല്ല, നമ്മൾ രണ്ടുപേരും തമ്മിൽ 2 ദിവസമായിട്ട് ഭയങ്കര പിണക്കവും വഴക്കമൊക്കെ എല്ലാവരും ചോദിക്കും. പിണക്കവും വഴക്കവും? അതെ, അത് മാറ്റാനായിട്ട് നീയെല്ലാം മുൻകൈ എടുത്തേന്ന് ചോദിക്കും. ഞാനോ? ഞാൻ എന്ത് മുൻകൈ എടുത്തു? നീ എനിക്കൊരു ഗിഫ്റ്റ് തന്നോട് കൂടിയിട്ടാണ് ആ പിണക്കം അങ്ങോട്ട് മാറിയെന്ന് പറയാം. ഞാൻ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലോ. കള്ളം പറയരുത്. രാവിലെ എനിക്കൊരു ഉമ്മ വന്നില്ല ഇറങ്ങാൻ നേരത്തോ. ഓ അങ്ങനെ, അതായിരുന്നു ഗിഫ്റ്റ് എന്ന് ചോദിക്കും. അത് തന്നെ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റോട് കൂടിയിട്ട് എന്റെ മനസ്സിലെ പിണക്കം എല്ലാം മാറി. അന്നാ കൊള്ളാലോ. ഇനി എല്ലാ ദിവസവും ഇറങ്ങാൻ നേരം ഇങ്ങനെ ഉമ്മ തരുവാണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വരുമെന്ന് ചോദിക്കാം. അതൊക്കെ ചിലപ്പോൾ ഉണ്ടെന്ന് പറയണം. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സംശയമായിരുന്നു നമ്മൾ വഴക്കാണെന്ന്. രാവിലെ അത് കണ്ടോടുകൂടി അവരുടെ സംശയം അങ്ങോട്ട് മാറിയെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷോട്, ഞാൻ വെറുതെ അല്ല എന്നോട് ആന്റി അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ രണ്ടും തമ്മിൽ വഴക്കാണോ എന്ന്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ വഴക്കും പിണക്കും കുടുംബമായും ഉണ്ടാവും, പക്ഷെ അധിക സമയം നീണ്ടു പോരുത്. നീണ്ടു പോകുമ്പോഴത് പ്രശ്നമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വർഷം ഞാൻ, അത് ശരിയാ, എൻ്റെ ഒരു ഉമ്മയില് വഴക്കും പ്രശ്നങ്ങളെല്ലാം തീർന്നെങ്കിൽ ഇനി എല്ലാ ദിവസവും വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ ഉമ്മ ഒന്ന് കോംപ്രമൈസ് ചെയ്തോളാം, അത് പോരെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചിരിക്കുവാണ്. പിന്നീട് സച്ചി രവീന്ദ്രനും കൂടെ പൂ കെട്ടിയ മാലയുടെ എണ്ണമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണ്. 58 സച്ചി പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവൂടാ? 58? എടാ ഇപ്പൊ 2 എണ്ണം കൂടെ വെച്ചില്ലേ, അപ്പൊ 60 ആയാലേ നിൽക്കൂ. ഓ, കണക്കിലൊക്കെ അച്ഛൻ മിടുക്കനാണല്ലോ. അത് പിന്നെ അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാമ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാമ വന്നിട്ട്, ആഹാ ഇത് കൊള്ളാലോ, ഇത് ഭയങ്കര പരിപാടിയാണല്ലോ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഭാമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാണ്. ഭാമിച്ച്, ഇതെന്താ ദിവ്യേട്ട ഇത്രമാത്രം മാലയെ കിട്ടുന്നതെന്ന് ചോദിക്കാം. അല്ല, റേഡിയോയിലൊന്നും കേട്ടില്ലെന്ന് ചോദിക്കും. ഇല്ല, റേഡിയോയിലോ? ഏത് റേഡിയോയില്? അല്ല, ചന്ദ്രമതി റേഡിയോയില്. ഓ അങ്ങനെ. അല്ല, സാധാരണ അത് ഇവിടെ എന്ത് നടന്നാലും അപ്പൊ തന്നെ റേഡിയോ പോലെ അനൗൺസ് ചെയ്യൂലോ, അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുമല്ലേ. അത് കേട്ടത് സച്ചി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, അമ്മയുടെ സ്വഭാവമല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതെന്ന് പറയണം. പിന്നീട് സച്ചി പറഞ്ഞു, അതെ ഇവിടെ വരെ വന്നല്ലേ ആന്റി, ആന്റി ഒരു കാര്യം ചെയ്യാം, ഈ കുറച്ച് മാല കെട്ടാൻ പറയണം, ആന്റിക്ക് മാല കെട്ടാൻ അറിയാവുന്നല്ലേ നിൽക്കും. ഇത് കേട്ടാൻ ചന്ദ്രമതിയോട് ഭാമ ചോദിച്ചു, ഇതിനാണ്ടി നീ എന്നെ വിളിച്ചെന്ന് ചോദിക്കുക. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ തന്നെ പോവാന്ന് പറയണം. ഇത് കേട്ട ചന്ദ്രമതി അയ്യോ ഭാമേ, ഇപ്പൊ നീ പോലെ, നീ ഇവിടെ നിൽക്കാൻ പറയണം. അവരങ്ങനെയൊക്കെ പറയും. ഞാൻ നിന്നെ വിളിപ്പിച്ച് എനിക്ക് നിന്നോട് കുറെ സംസാരിക്കാനായിട്ടാ, എന്നെ കാണാനായിട്ടാ നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചേ, നീ മാല കെട്ടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ട സച്ചി പറഞ്ഞു, എന്താ ഭാമാൻറ്റി ഇങ്ങനെയൊക്കെ പറയണേ, ആന്റി ഇവിടെ വരെ വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ പോകുന്നെങ്ങനെ? ഇത്ര ആൾക്കാർ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ആന്റിക്ക് മുറി കയറി വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? ആന്റി ഇവിടെ ഇരിക്കാൻ പറയാണ്. ഇത് കേട്ടോ ഭാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രവീന്ദ്രൻ പറഞ്ഞു, ദേ ചന്ദ്ര, നീ ഒരു കാര്യം ചെയ്യാം, ഭാമയ്ക്ക് കുടിക്കാനായിട്ട് നല്ല സ്ട്രോങ് ചായ എടുത്തോണ്ട് വരാൻ പറയണം. ഇത് കേട്ടാ ഭാമ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, കുറച്ച് നന്നായിട്ട് മധുരം കൂടി ഇട്ടോളാൻ പറയണം. അങ്ങനെ അങ്ങോട്ട് തിരിയണ സമയത്താണ് അവിടേക്ക് വർഷയും ശ്രീകാന്തും കൂടെ വരുന്നത്. ഭാമയോട് നിന്ന് മാല കെട്ടാൻ തുടങ്ങി. വർഷ വന്ന വഴി പറഞ്ഞു, ആഹാ കൊള്ളാലോ, താഴെ വരുമ്പോഴത്തേനും നല്ല പൂവിന്റെ സ്മെല്ലാ, ഏതോ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോഴുള്ള സ്മെല്ലില്ലേ, അതുപോലെ ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അതെ അങ്ങനെ തന്നെ, രേവതി മോൾ ഇങ്ങോട്ട് വന്നു കയറിയതിന് ശേഷം ക്ഷേത്രം പോലെ ആയി വീടെന്ന് പറയണം.
ഇത് കേട്ട അകത്തുനിന്ന് ചന്ദ്രമതി പാഞ്ഞു പറിക്കാൻ അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അല്ല അന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനല്ല അതിനു മുമ്പ് വന്നത്, ഞാൻ വന്നിട്ടോ, ഞാൻ വന്നപ്പോ എന്താ രവിയേട്ടനെ തോന്നിയെന്ന് ചോദിക്കാം. സച്ചു പറഞ്ഞു, ഒരു പ്രേതാലയം പോലെ ആയെന്ന് പറയാണ് വീട്. ഓഹോ, അപ്പൊ ഞാൻ വന്ന് കയറിയപ്പോ പ്രേതാലയം പോലെ, ഇവിടെ വന്ന് കയറിയപ്പം ക്ഷേത്രം പോലെ, അത് പിന്നെ സംശയിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? ശരിയല്ല ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുക. അപ്പൊ എല്ലാരും കൂടി ചിരിക്കുകയാണ്. ചന്ദ്രമതിക്ക് ഒട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ശ്രീകാന്തിനോടും വർഷയോടും പറഞ്ഞു, അതെ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, പോയി ഫ്രഷ് ആയിട്ട് വാ, ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേനും ഞാൻ ചായയൊക്കെ എടുത്തോണ്ട് വരാമെന്ന് പറയണം. അങ്ങനെ അവര് ഫ്രഷ് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ചായയൊക്കെ എടുത്തോണ്ട് വന്നു. അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. ഭാമിക്കും ചായയൊക്കെ കൊടുക്കുകയാണ്. ആ സമയത്ത് വർഷ ഒന്ന് നോക്കി. വർഷ രേവതിനോട്, ചേച്ചി അതെ എനിക്കും പൂ കെട്ടാൻ ആഗ്രഹം തോന്നുന്നുണ്ടെന്ന് പറയാം. എനിക്ക് പൂ കെട്ടാൻ അറിയാമോ? അറിയത്തൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നുന്നു പറയണം. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, മോള് പൂ കെട്ടാനോ? മോൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതേ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ ചെയ്യുക, അല്ലെങ്കിൽ മോള് പോയി റെസ്റ്റ് എടുത്തോളാം പറയണം. ഇതിനകത്തൊന്നും ഇരിക്കണ്ട, ഭയങ്കര സ്മെല്ലാന്ന് പറയണം. നല്ലതല്ലേ ആന്റി ഈ പൂവിന്റെ സ്മെല്ല്, എനിക്കിഷ്ടമാന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, രേവതിയുടെ അടുത്തേക്ക് വന്നിരുന്നു. അതെ എന്നെയും കൂടെ ഒന്ന് കെട്ടാൻ പഠിപ്പിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി നൂലൊക്കെ എടുത്ത് പൂ കെട്ടാനുള്ള വള്ളിയൊക്കെ എടുത്തു. എന്നിട്ട് അതെങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഓ ഇതാണോ, ഇത് ഈസി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, വർഷ പൂ എടുത്തു. ഇങ്ങോട്ട് കെട്ടാൻ തുടങ്ങുമ്പോഴത്തേനും വലിച്ചു, ഇങ്ങോട്ട് പൂവെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും, വള്ളിയെ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ദേവ് പറഞ്ഞു, അങ്ങനെ പിടിച്ച് വലിക്കരുത്, പൂ മൊത്തം പോകുമെന്ന് പറയാണ്. പക്ഷെ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല വർഷ പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ കെട്ടങ്ങ് മുറുകിയിട്ട് പൂവെല്ലാം കൂടെ ചെതറി പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ ചിരിച്ചു. ആ സമയം സച്ചി പറഞ്ഞു, എടാ നിന്റെ ഭാര്യയോട് പറ, പൂവെല്ലാം നശിപ്പിച്ച് കളയില്ലെന്ന് പറ, പൈസ കൊടുത്ത് വാങ്ങിച്ച പൂവിനേക്ക് അന്യായ വിലയാ, അതെ ഒന്ന് നിർത്താൻ പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ഇതേ വർഷേ നിനക്ക് അറിയത്തില്ലാത്ത പണി നീ ചെയ്യാൻ പോണ്ട എന്ന് പറയാണ്. അതെന്താ ഇത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാണ് ഈ പൂമാല കെട്ടാനായിട്ട്. രവീന്ദ്രൻ പറഞ്ഞു, മോളെ ഓരോന്നിനും ഓരോ ഇതുണ്ട്, നീ ഡബ് ചെയ്യുന്നതല്ലേ, ഡബ് ചെയ്യാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ, നിന്നെ പോലെ ഡബ് ചെയ്യാനായിട്ട്? അതുപോലെ തന്നെ രേവതി പൂ കെട്ടുന്നേ, രേവതി അതിനെ എക്സ്പെർട്ടാ, കുറച്ചാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് പഠിക്കുമെന്ന് പറയാം. ഇത് കേട്ടും വർഷം പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ ഡബ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ലെന്ന്? ആരാ ഡബ് ചെയ്തേ? പിന്നെ രേവതി ചേച്ചി ഒരു ദിവസം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡബ് ചെയ്തായിരുന്നു, അത് ഒറ്റ ടേക്ക് തന്നെ ഓക്കെ ആയെന്ന് പറയാണ്. ചന്ദ്രമതി മൂക്കത്ത് വരും വെച്ചു, ഇവളോ എന്നുള്ള രീതിയിൽ. അതെ സീരിയലിനും ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. രേവതി ചേച്ചിയോട് നിൽക്കാൻ പറഞ്ഞ, പക്ഷെ രേവതി ചേച്ചിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ രേവതി ചേച്ചി വല്ല ഡബിങ് ആർട്ടിസ്റ്റ് ആയെന്ന് പറയണം. ഇത് കേട്ടതും ചുറ്റും നിന്ന ശ്രുതിയൊക്കെ പരസ്പരം നോക്കുകയാണ്. ആ സമയം അവിടെ പൂ കെട്ടിക്കൊണ്ട് ചേച്ചി പറഞ്ഞു, അല്ലേലും അതെ രേവതി അവള് പണ്ടേ തൊട്ട് കഴിവുള്ളവളാ, ഏത് മേഖലയിൽ കൈവച്ചാലും അവൾക്ക് അതിലെ വിജയം ഉണ്ടെന്ന് പറയണം. സച്ചിയുടെ ഒരു ഭാഗ്യം ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണെന്ന് പറയണം. രേവതി പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ലെന്ന് പറയണം. വർഷം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, രേവതി ചേച്ചിക്ക് എല്ലാ കാര്യത്തിലും കഴിവുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതുണ്ടോ പൂ കെട്ടുന്നു, ഡബ് ചെയ്യാനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും മിടുക്കല്ലേന്ന് ചോദിക്കുക. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് മുഖത്ത് അടിയേറ്റവല്ലേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്ര ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവിടെ ഇത്രയ്ക്ക് വലിയ ആളായിരുന്നോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.